പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആ യാത്രയിലേക്ക് പോകുന്ന ഞങ്ങളുടെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി കാറ്റൊഴിച്ചവരുണ്ട്, ഞങ്ങളെ വാഹനങ്ങൾ ആക്രമിച്ചവരുണ്ട്. പക്ഷേ ഞങ്ങളുടെ നേതാവ് ഒരു ലീഡർഷിപ്പ് എങ്ങനെയുള്ള ആളായിരിക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ചോളൂ. ആ നേതാവിന് തന്റെ അനുയായികളോട് എന്താണ് പറയാനുണ്ടായിരുന്നത്, വേറെ ചിലർക്ക് എന്തായിരുന്നു പറയാനുണ്ടായിരുന്നത്, രണ്ടും ഞാൻ കേൾപ്പിക്കാം. ആദ്യം ഞങ്ങളുടെ നേതാവ് പറയാൻ നിങ്ങൾ കേട്ടോളൂ. കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് സർവശക്തനായ അല്ലാഹുവിന്റെ തൗഫീഖ് മാത്രമാണ്, അവന്റെ സഹായം മാത്രമാണ് എന്ന് നമ്മളെല്ലാവരും കരുതണം. ഒരു അണുവളവ് അഹങ്കാരവും ധിക്കാരവും മക്കളെ നിങ്ങളെ കൽബിൽ വന്നു പോകരുത് കേട്ടോ. എന്റെയും നിങ്ങളുടെയും ആരുടെ കൽബിലും ഒരണുമണി പോലും ധിക്കാരം വന്നു പോകണ്ട. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഈ ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. വഴിമധ്യേ വെച്ച് ബസ്സിന് അടിച്ചവരും ബസ്സിന് കുത്തിയവരും കാറ്റൊഴിക്കാൻ ശ്രമിച്ചവരും അതുപോലെ മറ്റ് അക്രമങ്ങൾ ചെയ്യാൻ മുതിർന്നവരുമൊക്കെ ഉണ്ടായി. ഞങ്ങളെ കുട്ടികളോട് ഞങ്ങൾ പറഞ്ഞു, മക്കളെ നിങ്ങൾ പ്രതികരിക്കരുത്, ഒരിക്കലും പ്രതികരിക്കരുത്. ഇവിടെ ഞാൻ ഇനിയും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നാട്ടിൽ തിരിച്ചു ചെന്ന് പ്രതികാരം വീട്ടരുത്. ഇൻഷാ അല്ലാഹ് അതിനെല്ലാം സ്വയം പ്രതികാരവും പരിഹാരവും അല്ലാഹു തആല ഉണ്ടാക്കി തരിക തന്നെ ചെയ്യും. അത് ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ സ്വീകരിച്ചു. ഞങ്ങൾ ആക്രമിച്ചവരോട് ഞങ്ങൾ തിരിച്ചക്രമിക്കാൻ പോകില്ല. എന്നാൽ മറ്റൊരു സമ്മേളനത്തിന്റെ സമാപനം നിങ്ങളുടെ ഈ കാസർഗോഡ്, ആ കാസർഗോഡ് സമ്മേളനത്തിൽ ഇപ്പൊ പറയാറുണ്ട് AP വിഭാഗമാണ് മഹല്ലുകളിലൊക്കെ പ്രശ്നമുണ്ടാക്കുന്നതെന്ന്. കേരളത്തിലെ അനവധി മഹല്ലുകൾക്കിടയിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ആരാണ്? കക്കോവ് പള്ളി, പള്ളിക്കൽ ബസാർ പള്ളി, ഇങ്ങനെയുള്ള അനവധി പള്ളികൾ. എന്ന് മുതലാണ് ഈ പ്രശ്നങ്ങൾ മഹല്ലുകളിൽ ആരംഭിച്ചത്? കാസർഗോഡ് ഒരു വിഭാഗത്തിന്റെ സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ ഒരു സംസ്ഥാന നേതാവ് തന്റെ മക്കൾക്ക് കൊടുക്കുന്ന, അനുയായികൾക്ക് കൊടുക്കുന്ന മെസ്സേജ് കേട്ടോളി. AP ഉസ്താദിന് മെസ്സേജ് കേട്ടല്ലോ, ഇനി അടുത്ത മെസ്സേജ് കേട്ടോളി. വാഗ്ദാനങ്ങളായ ഭാവിയിലെ പ്രവർത്തകരായ സുന്നി യുവജന സംഘത്തിന്റെ പ്രവർത്തകർ ഇവിടെ വെച്ച് പ്രതിജ്ഞയെടുക്കുന്നു. ഇനിയുള്ള നാളുകളിൽ ഈ പതാക ഇതിനെ മലിനമാക്കുന്നവരുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങാനുള്ള പരിശ്രമമാണ് ആരംഭിച്ചിരിക്കുന്നത്. അതാണ് ഈ സമ്മേളനത്തിലൂടെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്. ആ പതാക എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മഹോന്നതരായ നേതാക്കൾ കാത്തു സൂക്ഷിച്ച ആ സൂക്ഷ്മതയും പവിത്രതയുമുള്ള പണ്ഡിതന്മാർക്ക് മാത്രമേ അർഹതയുള്ളൂ എന്ന് വാദി ത്വയ്ബ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, നേരത്തെ ചെറുശ്ശേരി സാദ് ഇവിടെ സൂചിപ്പിച്ചു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം പള്ളികളിൽ ഇമാമത്ത് നിൽക്കുവാനും അതുപോലെ തന്നെ ഖുത്ബ ഓതുവാനും ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും മഹല്ലത്തുകളിൽ അർഹതയുള്ളവർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആളുകൾ അഥവാ സുന്നത്ത് ജമാഅത്തിനെ അംഗീകരിക്കുന്നവരാണ്. ബിദ്അത്തുകാർക്ക്, സുന്നത്തിനെ എതിർക്കുന്നവർക്ക് അതിന് അർഹതയില്ല എന്ന് ഈ ബഹുജനത്തിന് വ്യക്തമാക്കി കൊടുക്കത്തക്ക വിധമുള്ള ഒരു പ്രമേയമെന്ന് പാസാക്കിയിരുന്നു. എന്നതുപോലെ നമ്മൾ ഇവിടെ വെച്ച് സമൂഹത്തോട് പറയുന്നു, മഹല്ല ഭാരവാഹികൾ ഇവിടെ ഉണ്ടാകും, ഉത്തരവാദപ്പെട്ട സ്ഥാപന ഭാരവാഹികൾ, ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ടാകും. കളവും വഞ്ചനയും നടത്തി സമൂഹത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളെ നിങ്ങൾ തിരിച്ചുപോയി നിങ്ങളുടെ മഹല്ലത്തിൽ നിന്നും പടിയടച്ച് പിണ്ടം വെക്കാനുള്ള പ്രവർത്തനം ആരംഭിക്കാനായിരിക്കുന്നു എന്നുകൂടി ഇവിടെ വെച്ച് ഈ സമൂഹത്തിന് സന്ദേശം നൽകാൻ സുന്നി യുവജന സംഘം ആഗ്രഹിക്കുക. ഈ സമ്മേളനത്തിന് ശേഷമാണ് കേരളത്തിലെ മുസ്ലിം മഹല്ലുകൾക്കിടയിൽ പ്രശ്നമുണ്ടായത്, യാതൊരു സംശയവുമില്ല. അനവധി മഹല്ലുകൾ, രണ്ട് വിഭാഗം സുന്നികൾ ഒന്നിച്ചു പോയിരുന്നവരിൽ പിന്നീട് അതിനുശേഷം ഏകപക്ഷീയമായി മഹല്ലുകൾ കൈയടക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. അതിന്റെ പേരിലല്ലേ പള്ളിക്കൽ ബസാർ പ്രശ്നമുണ്ടായത്, അനവധി സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ടായത്. അതുമാത്രമല്ല, ദറസിൽ പഠിക്കുന്ന കുഞ്ഞു മക്കൾക്ക് പോലും അനാവശ്യമായ കാര്യങ്ങൾ ഇവർ പഠിപ്പിച്ചു കൊടുത്തു. അണ്ടോണയിൽ നിങ്ങൾ കണ്ടോ, ദറസിൽ പഠിക്കുന്ന കുട്ടികളാണ് രാത്രിയിൽ, ചെറിയ മക്കൾ 10-15 വയസ്സെത്തിയ കുട്ടികൾ രാത്രിയിൽ വന്നിട്ട് കൊടി നശിപ്പിക്കുക, ബാനർ കീറുക. അത് CCTV-യിൽ കുടുങ്ങി. CCTV ഇല്ലെങ്കിൽ വലിയൊരു കുലുമാലായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് പറയാ, ചിലപ്പോ ഒരു ക്യാമ്പയിൻ വരാൻ സാധ്യതയുണ്ട് CCTV-ക്കെതിരെ. ഇപ്പൊ പല സ്ഥലത്തും CCTV-യിൽ കുടുങ്ങിയിട്ടുണ്ട്. ആ CCTV-യിൽ കുടുങ്ങിയ രംഗങ്ങളൊന്ന് കണ്ടോളൂ.
താമരശ്ശേരി അണ്ടോണയിൽ സുന്നി സെന്ററിന് മുമ്പിൽ സ്ഥാപിച്ച കൊടികളും ബോർഡുകളും നശിപ്പിച്ച് സംഘർഷം സൃഷ്ടിക്കാൻ നീക്കം. തിങ്കളാഴ്ച പുലർച്ചെ 2:30-ഓടെയാണ് സ്കൂട്ടറിലെത്തിയ 3-അംഗ സംഘം കൊടികളും ബോർഡുകളും നശിപ്പിച്ചത്. 4 മിനിറ്റ് നേരം മൂവർ സംഘം നടത്തിയ പരാക്രമങ്ങളെല്ലാം സമീപത്തെ CCTV ഒപ്പിയെടുത്തിട്ടുണ്ട്. താമരശ്ശേരി അണ്ടോണ പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന അൽമദീന സുന്നി സെന്ററിന് നേരെയാണ് മാനിപുരം ഭാഗത്തുനിന്നും സ്കൂട്ടറിലെത്തിയ 3-അംഗ സംഘം അക്രമം അഴിച്ചുവിട്ടത്. പുലർച്ചെ 2:38-ന് വെള്ള സ്കൂട്ടറിലെത്തിയ 3 പേർ സുന്നി സെന്ററിന് മുൻവശത്ത് സ്ഥാപിച്ച SSFന്റെ കൊടിമരങ്ങളും കൊടികളും തകർക്കുകയായിരുന്നു. സുന്നി സെന്ററിന് മുന്നിലെ ബോർഡുകളും വലിച്ചെടുത്ത് നശിപ്പിച്ചു. കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിച്ച ബോർഡ് നശിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും വിഫലമായി. ബോർഡിന് മുകളിലെ LED ബൾബുകൾ താഴേക്ക് പതിച്ചതോടെയാണ് ശ്രമം ഉപേക്ഷിച്ചത്. 4 മിനിറ്റോളം നടന്ന പരാക്രമത്തിനൊടുവിലാണ് അക്രമി സംഘം സ്ഥലം വിട്ടത്. മാനിപുരം ഭാഗത്തുനിന്നും മറ്റൊരു ബൈക്ക് വന്നതോടെ ഇവർ അണ്ടോണ ഭാഗത്തേക്ക് സ്കൂട്ടർ ഓടിച്ചു പോവുകയായിരുന്നു. അക്രമികളുടെ അഴിഞ്ഞാട്ടം പൂർണ്ണമായും സമീപത്തെ CCTV ക്യാമറ ഒപ്പിയെടുത്തു. 17 വയസ്സോളം തോന്നിക്കുന്ന 3 പേരാണ് അക്രമം നടത്തിയത്. സുന്നി സെന്റർ ഭാരവാഹികൾ കൊടുവള്ളി പോലീസിൽ പരാതി നൽകി. അക്രമത്തിന്റെ ദൃശ്യങ്ങളും പോലീസിന് കൈമാറിയിട്ടുണ്ട്. അവരെ കുട്ടികളെ പിടിച്ചു. തൊട്ടപ്പുറത്തുള്ള പള്ളിയിലെ ദറസിൽ പഠിക്കുന്ന കുട്ടികളാണ്. പട്ടിക്കാട് ജാമിയാനൂരിയുടെ സമ്മേളനം കഴിഞ്ഞു വരികയാണ്. അപ്പൊ എന്താ സമ്മേളനത്തിന്റെ അവസാനങ്ങൾക്ക് ഇങ്ങനെയുള്ള ആഹ്വാനം കൊടുത്താൽ കുട്ടികൾ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുവോ? ഞാൻ ഒരു കാര്യം ഈ പൂച്ചക്കാടിലുള്ള നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരോട് പറയാം. കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ഒരു SSFകാരൻ ഞങ്ങളെ പ്രസ്ഥാനത്തിലല്ലാത്തവരുടെ കൊടിയോ തോരണമോ ബാനറോ പോസ്റ്ററോ കീറുന്നതായിട്ട് നിങ്ങൾക്ക് തെളിവ് സഹിതം ഹാജരാക്കി തന്നാൽ ആ ചെറുപ്പക്കാരൻ പിന്നെ ഇസം കണ്ണിയിലുണ്ടാവും. ഞങ്ങളവനെ രക്ഷിക്കാനല്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ടീമിന് മാത്രം? എത്ര സ്ഥലത്ത് തിരൂരങ്ങാടി പ്രശ്നമുണ്ടായി, നാദാപുരം കുഞ്ഞിപ്പുരമൊക്കിൽ പ്രശ്നമുണ്ടായി. എല്ലാ സ്ഥലങ്ങളിലും പേരെന്താ ഞങ്ങൾക്ക്? എത്രത്തോളം ഈ സംഘടനാ വിരോധങ്ങൾ എവിടം വരെ എത്തി നിങ്ങൾ ചിന്തിക്കും. ഓണപ്പറമ്പിലെ പള്ളി മദ്രസ ആക്രമിച്ചു. പള്ളി ആരെ പള്ളി ആയിക്കോട്ടെ, അള്ളാന്റെ വീടല്ലേ പള്ളി എന്ന് പറയുന്നത്. ഇങ്ങനെ നിലക്ക് ആരായിരുന്നു പ്രതി? ഇനി അതല്ല, അതിന് മറ പിടിക്കാൻ വേണ്ടി ചെയ്ത പണി എന്താ? അവിടെ വളരെ വർഷം പഴക്കമുള്ള ഒരു മദ്രസക്ക് തീയിട്ടു. ആ തീയിട്ടത് ഞങ്ങളാണെന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരു പ്രവർത്തകനാണ് അതിന്റെ പിന്നിലുള്ളതെങ്കിൽ ഏത് നിലപാട് നിങ്ങൾക്ക് സ്വീകരിക്കാമെന്ന്. നിഷ്പക്ഷമായ അന്വേഷണം നടന്നല്ലോ കേരളത്തിൽ. ആരായിരുന്നു പ്രതികള്? ആ മദ്രസയിലുള്ള പഠിപ്പിക്കുന്ന ഉസ്താദ് തന്നെയാണ് 1-ാം പ്രതി. സ്വന്തം സ്ഥാപനത്തിന് തീയിട എവിടെ എത്തി? ഇതൊക്കെ കേരളത്തിൽ നടന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അത്തരം അക്രമ പ്രവർത്തനങ്ങളിൽ നിന്ന്